സോ ഇത് നമുക്ക് വേറൊരു പ്രോബ്ലം ആണ് തന്നേക്കുന്നത്. ഡിറ്റർമൈൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ ഓഫ് എ ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റ്. ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലം ആണ്. നിങ്ങളുടെ മൊഡ്യൂൾ നമ്പർ 1 ഈ ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റ് ഒക്കെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഒരു കോൺക്രീറ്റ് ബ്ലോക്കിനകത്ത് നിങ്ങൾ ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റ് നടത്തുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റ് എന്താണ്? ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ആ ബ്ലോക്കിന്റെ മുകളിൽ നമ്മൾ വൈബ്രേറ്റിംഗ് മെഷീൻ വെക്കും, എന്നിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന്റെ ഡയമെൻഷൻ ആണ് 1 മീറ്റർ ക്യൂബ്. പിന്നെ വിച്ച് ഗേവ് റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് 36 ഹെർട്സ് ആണ്. 36 ഹെർട്സ് ആണ് അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓസിലേറ്ററിന്റെ വെയിറ്റ് 500 ന്യൂട്ടൺ ആണ്. ആൻഡ് ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ ഇറ്റ് ഓൾസോ ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് സൈസ് 4/3/2 മീറ്റർ. ഓക്കെ, അപ്പോ വേറൊരു ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫൗണ്ടേഷനിൽ എന്തായിരിക്കും ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. ആ സൈസിലുള്ള ഫൗണ്ടേഷന്റെ താഴെയുള്ള സോയിലിന്റെ ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ കണ്ടുപിടിക്കണം. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് ദ സോയിൽ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ ബ്ലോക്ക് വൈബ്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. അതായത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π√k/m ഇല്ലേ, അതിൽ കെനെ നമുക്ക് CU into A എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. കണ്ടോ, കെ എന്ന് പറയുന്നതിനെ യു ക്യാൻ സീ ഹിയർ ഇക്വേഷൻ നോക്കിയാൽ കെ എന്ന് പറയുന്നതിനെ CU into A എന്ന് പറഞ്ഞ് എനിക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ CU എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോം ഇലാസ്റ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം ഒമേഗ എന്നാണ്, അതായത് നമുക്ക് ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ആംഗുലർ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ 2π into 2π ബൈ ടൈം പീരീഡ് അല്ലെങ്കിൽ 2π into ഫ്രീക്വൻസി ഇങ്ങനെ എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോ 2π into ഫ്രീക്വൻസിയിൽ ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസി 36 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താ? അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫൗണ്ടേഷൻ. അത് തന്നെയാണ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. അതുകൊണ്ടാണല്ലോ അത് റെസൊണൻസിൽ എത്തുന്നത്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? when the operating frequency becomes equal to that of natural frequency ആണെങ്കിൽ അത് റെസൊണൻസിലാവും. അതിനർത്ഥം ഈ തന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആണ്, ഈ തന്നിരിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയും ആണ്. ഓക്കെ, അപ്പൊ ഒമേഗ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അതിനർത്ഥം ഇത് FN ആണ്. FN is equal to 36 ഹെർട്സ്. ഇത് എന്തുകൊണ്ട് FN ആവുന്നു ഒമേഗ അല്ല എന്ന് പറയാൻ കാരണം ഇതിന്റെ യൂണിറ്റ് ആണ്. ഹെർട്സിലാണ് തന്നിരിക്കുന്നത്. സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹെർട്സിൽ തന്നു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി ആണെന്നാണ് അർത്ഥം. ഓക്കെ, സോ ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും 2π into ഫ്രീക്വൻസി. സോ 2π into 36 ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ കിട്ടും. ഇത് തന്നെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ഇനി അടുത്ത നമുക്ക് ഫൗണ്ടേഷന്റെ മാസ് കണ്ടുപിടിക്കാം. ഫൗണ്ടേഷന്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ മതി. വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആണ്. സോ 1 മീറ്റർ ബൈ 1 മീറ്റർ ബൈ 1 മീറ്റർ വോളിയം ഇൻറ്റു 24 kN/m ക്യൂബ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് 24 kN എന്ന് കിട്ടും ഫൗണ്ടേഷന്റെ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് കിട്ടിയതിന് ശേഷം അതിനെ മാസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 9.81 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിലോഗ്രാംസിൽ കിട്ടും. ഇനി ഓസിലേറ്ററിന്റെ മാസ് തന്നിട്ടുണ്ട്. അതും ഫോഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, ന്യൂട്ടൺസിലാണ് തന്നിരിക്കുന്നത്. 500 ന്യൂട്ടൺസ് ആണ് തന്നിരിക്കുന്നത് ഓസിലേറ്ററിന്റെ മാസ്. ഈ ഫൗണ്ടേഷന്റെ മുകളിലാണ് ഈ ഓസിലേറ്റർ കിടക്കുക. അപ്പോൾ ഓസിലേറ്റർ 500 ന്യൂട്ടൺസ് ആണെങ്കിൽ അതിനെ കിലോഗ്രാം ആക്കാനായിട്ട് 50.96 കിട്ടും. നമുക്ക് 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാസ് കിട്ടും. ആ ടോട്ടൽ മാസ് കിട്ടിയതിന് ശേഷം വി ക്യാൻ ഫൈൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ബൈ ദ ഇക്വേഷൻ 1/2π√k/m. ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി അറിയാം 36 ആണെന്ന്. സോ 36 നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കെനെ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ CU into A ഡിവൈഡഡ് ബൈ M. സോ CU ആണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CU നമുക്ക് ഇത് സോൾവ് ചെയ്ത് CU നമുക്ക് കണ്ടുപിടിക്കാം. CU നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇനിയാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഈ CU എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോം ഇലാസ്റ്റിക് കംപ്രഷൻ അണ്ടർ എ ബ്ലോക്ക് ഓഫ് 1 മീറ്റർ ബൈ 1 മീറ്റർ ഏരിയ ആണ്. 1 മീറ്റർ ബൈ 1 മീറ്റർ ബൈ 1 മീറ്റർ ആണ് അതിന്റെ ഡയമെൻഷൻ. അപ്പൊ അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ ബൈ 1 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു ഫൗണ്ടേഷൻ ബ്ലോക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ ബൈ 3 മീറ്റർ ബൈ 2 മീറ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബേസ് ഏരിയ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഏരിയ ആയിരിക്കും. അതായത് 4 മീറ്റർ ബൈ 3. 4/3 ചെയ്യുമ്പോഴാണ് ഏരിയ കൂടുതൽ കിട്ടുക. 3/2 ചെയ്താൽ 6 കിട്ടും, ഇത് ചെറിയ ഏരിയ. 4/2 ചെയ്താൽ 8 കിട്ടും, ചെറിയ ഏരിയ. 4/3 ചെയ്താൽ 12 കിട്ടും, ഗ്രേറ്റർ ഏരിയ. സോ അതായിരിക്കും നിങ്ങളുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒരു ഏരിയയുടെ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോം ഇലാസ്റ്റിക് കംപ്രഷൻ അറിയാമെങ്കിൽ അതിന്റെ ഏരിയ മാറിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. CU1/CU2 is equal to √A2/A1. CU1 നമ്മൾ കണ്ടുപിടിച്ചു. 1 മീറ്റർ ഏരിയ വരുമ്പോൾ 1 മീറ്റർ സ്ക്വയർ ഏരിയ വരുമ്പോൾ ഉണ്ടാവുന്ന CU ആണ് CU1. അത് ഇട്ട് കൊടുത്തു. is equal to by CU2 is equal to √A2/A1. ഇതിൽ A2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. A2 എന്ന് പറയുന്നത് ഇറ്റ് is equal to 4/3 12 ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. 4/3 12 ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഏരിയ ഓഫ് ദ ഫുട്ടിംഗ് ഗ്രേറ്റർ ദാൻ 10 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 12 മീറ്റർ സ്ക്വയർ അല്ല നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടേക്ക് 10 എന്നാണ് അവർ പറയുന്നത്. 10നേക്കാൾ കൂടി കഴിഞ്ഞാൽ 10 തന്നെ എടുക്കുക. സോ 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫോർ CUF. ഓക്കെ, പുതിയ ഫൗണ്ടേഷന്റെ CU നമുക്ക് കണ്ടുപിടിക്കാം. In a block vibration test with the size of the block as 1.5 by 0.7 by 0.75 by 0.7 meters, a resonance frequency of 18 cycles per second was observed in vertical vibration
Determine the coefficient of elastic uniform compression CU if the machine weighs 90 kilonewton, is to be supported on a block size of 3 meter by 4 meter by 2 meter. Determine the natural frequency of vertical vibration. അപ്പോൾ ഇതിൽ ആദ്യം മാസ് ഓഫ് ദ ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാം. സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം പ്രീവിയസ് പ്രോബ്ലം പോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിക് യൂണിഫോം കംപ്രഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫൗണ്ടേഷന്റെ സൈസ് 1.5 by 0.75 by 0.7 ആണ്. രണ്ടാമത്തെ ഫൗണ്ടേഷന്റെ സൈസ് 3 meter by 4 meter by 2 meter ആണ്. സോ ആദ്യം നമുക്ക് മാസ് കണ്ടുപിടിക്കാം. അതിന് ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, വോളിയം കിട്ടും. അതേ ഇൻറ്റു ഡെൻസിറ്റി 24 ആണ് കോൺക്രീറ്റിന്റെ. സോ നമുക്ക് ആ മാസ് ഇൻ കിലോ ന്യൂട്ടൺസിൽ കിട്ടും. കിലോ ന്യൂട്ടൺസിൽ കിട്ടിയതിന് ശേഷം അതിന് ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്ത കിലോഗ്രാംസിൽ മാസ് കിട്ടും. മാസ് ഓഫ് ദ മെഷീൻ തന്നിട്ടുണ്ട് 90 കിലോമീറ്റർ ആണ്. സോ 90 × 10⁻³ G/ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ 9.81 ചെയ്ത് കഴിഞ്ഞാൽ മാസ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫൗണ്ടേഷന്റെ മാസും അതുപോലെ തന്നെ മെഷീന്റെ മാസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് നമുക്ക് കിട്ടും. അപ്പൊ ആ ടോട്ടൽ മാസ് വൈബ്രേറ്റ് ചെയ്യുന്ന റെസൊണന്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 18 cycles per second ആണ്. ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. സോ Fn is equal to 1/2π √of Cu × A divided by M എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ K/M നെ ആട്ടോ Cu × A/M ആക്കിയത്. അപ്പൊ Cu നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ നമുക്കറിയാം 1.5 by 0.75. ബേസ് ഏരിയ എപ്പോഴും ഗ്രേറ്റർ ഏരിയ ആയിരിക്കും. അപ്പൊ ആ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, എന്നിട്ട് Cu നമുക്ക് അതിൽ കണ്ടുപിടിച്ചെടുക്കാം. ഇനി ഈ Cu നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു ഏരിയ വരുന്ന ഒരു ഫൗണ്ടേഷന്റെ Cu കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതിന് ഈ ഒരു റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഏരിയ, ഇത് സെക്കൻഡ്, ഇത് ഫസ്റ്റ് Cu, ഫസ്റ്റ് ഫൗണ്ടേഷന്റെ Cu, ഇത് സെക്കൻഡ് ഫൗണ്ടേഷന്റെ Cu, ഇത് സെക്കൻഡ് ഫൗണ്ടേഷന്റെ ഏരിയ, ഫസ്റ്റ് ഫൗണ്ടേഷന്റെ ഏരിയ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 12 ആണ്, അതുകൊണ്ട് 10 ആണ്, അതുകൊണ്ടാണ് 10 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് Cu കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി Cu കിട്ടിക്കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷന്റെ, പുതിയ ഫൗണ്ടേഷന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, 1/2π √of Cu, പുതിയ Cu × A divided by M. ഇതിൽ ഏരിയ 10 ഇട്ട് കൊടുക്കുക, പരമാവധി 10 വരെ പോകാവും. M ടോട്ടൽ മാസ്.